നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് വന്ന് അവർ തുറന്നു പറയുമോ? ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അവരിൽ നിന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കോള് പ്രതീക്ഷിക്കാമോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാനും തുടങ്ങുന്നതായിരിക്കും. റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർ ആവശ്യമില്ലാത്ത റീഡിങ്സും ഒക്കെ കണ്ട് നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്യരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. 4 ഓഫ് വാൻഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് പെൻറ്റക്കിൾസ്, ദ ജഡ്ജ്മെൻറ്റ് കാർഡ്, ദ ഫൂൾ കാർഡ്, 9 ഓഫ് സോർഡ്സ്, 5 ഓഫ് വാൻഡ്സ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹെയറോഫൻറ്റ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് സോർഡ്സ് ആണ്. നമുക്ക് റീഡിംഗ് നോക്കാം. ഇന്നത്തെ ദിവസം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്തോ ഒരു ചതിക്കുഴിയിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അത് സ്വന്തമായിട്ടല്ല, മറ്റുള്ളവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് അവർ സ്വന്തം തീരുമാനം പോലും എടുക്കാതെ മറ്റുള്ളവരുടെ വാക്കിൽ മാത്രം വിശ്വസിച്ച് വലിയൊരു ചതിക്കുഴിയിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അവർക്ക് ആ ഒരു ചതിക്കുഴിയിൽ ചെന്ന് ചാടുന്നതിലൂടെ അവർക്ക് സാമ്പത്തിക നഷ്ടം ആവാനുള്ള സാധ്യതയുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി ആരുമായിക്കോട്ടെ, ഇവിടെ ഒരു കൗൺസിലർ നിങ്ങളുടെ വ്യക്തി ആരിൽ നിന്നൊക്കെ ഉപദേശം തേടുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊരു പുരുഷനായിട്ടും കാണുന്നുണ്ട്, ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീയായിട്ടും കാണുന്നുണ്ട്, മറ്റൊരു റിലേഷൻഷിപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നവരിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഉപദേശം തേടിയിട്ട് ചെന്ന് വലിയൊരു ചതിക്കുഴിയിൽ വീഴുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് നല്ല കാര്യം, ജീവിതത്തിൽ നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഈ ഒരു പ്രായം ചെന്ന ലേഡിയുടെ ഭാഗം നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ സന്തോഷം ഏറ്റവും വലുതായിട്ട് അവരിവിടെ കാണുന്നു. ഒരു പുരുഷൻ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ എങ്ങനെയെങ്കിലും ചതിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അവരുടെ ബെനിഫിറ്റിനായിട്ട് നിങ്ങളുടെ വ്യക്തിയെ യൂസ് ചെയ്യുന്ന ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു കോണ്ടാക്ട് സിറ്റുവേഷനാണ്, കുഴപ്പമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ വാക്ക് പോലും കേൾക്കാതെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്ക് മാത്രം കേട്ട് മുന്നും പിന്നും ഒന്നും നോക്കാതെ എടുത്തു ചാടുന്നൊരു പ്രകൃതമാണ് നിങ്ങളുടെ വ്യക്തിയുടേത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ അവർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ വാക്ക് കേൾക്കാതെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ട് എങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ടും കാണുന്നതുണ്ട്. അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർക്കൊരു സ്വസ്ഥത നശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അവരുടെ ഉറക്കം നശിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്, അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്, തലവേദന ഉണ്ടാകുന്ന, ഡിപ്രഷൻ ഉണ്ടാകുന്ന, ഉറക്കമില്ലാത്ത തന്നെ ഒരു അവസ്ഥയായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തി സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. നിങ്ങളുടെ അടുത്ത് ആ ഒരു വ്യക്തി അത് തുറന്നു പറയാനുള്ള സാധ്യത ഇല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ വാൺ ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ വാൺ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കേൾക്കാതെയാണ് നിങ്ങളുടെ വ്യക്തി എടുത്തു ചാടി വലിയൊരു പ്രോബ്ലത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ ആണ്, ആ തേർഡ് പേഴ്സൺ ആരും ആയിക്കോട്ടെ, ആ ഒരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ചാടിച്ചത്. ഈ ഒരു തേർഡ് പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കുറേ കാശ് പിടിച്ചു പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കാശ് ലഭിച്ചുകൊണ്ട് ഈ ഒരു തേർഡ് പേഴ്സൺ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഇന്നത്തെ ദിവസം ആ ഒരു വ്യക്തിയുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. കാരണം ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഒന്നിച്ച് ജീവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ വ്യക്തി ഇന്നത്തെ ദിവസം നിങ്ങളോട് പെരുമാറിയേക്കാം. പക്ഷെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാതിരിക്കുക. കാരണം നിങ്ങൾ പല കാര്യങ്ങളും ചോദിക്കുന്നതിലൂടെ അവർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അവരുടെ മാനസിക നില നല്ല രീതിയിൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം തോന്നിയേക്കാം അവർക്ക് ഭ്രാന്തുണ്ടോ,
അവർ സ്വയബോധത്തോടു കൂടിയാണോ പെരുമാറുന്നത്, സംസാരിക്കുന്നത് എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങളുമായിട്ട് വഴക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കൂടുതൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കാത്തതുമാണ് നല്ലത്. ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കലഹത്തിലേക്ക് ചെന്ന് അവസാനിക്കും. അത് നിങ്ങളുടെ സ്വസ്ഥത നശിപ്പിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അവരിൽ നിന്ന് എന്തൊക്കെയോ, അതായത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ ആരിൽ നിന്നൊക്കെ അറിയാനുള്ള സാധ്യതയുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി അവരുടെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും ചോദിക്കാൻ പോകണ്ട. അത് നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക, നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുന്നതൊന്നും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത്. ആ ഒരു പ്രശ്നം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നം വഴി നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ടും അവസാനിപ്പിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നതായിട്ടുള്ളതും അല്ലെങ്കിൽ നടക്കാനിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ പറഞ്ഞാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലോ കരിയറിലാണെങ്കിലോ എന്ത് ആയിട്ടാണെങ്കിലോ അവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടും, നിങ്ങൾക്കൊരു സൊല്യൂഷൻസും കിട്ടുന്നതാണ്. സൊല്യൂഷൻസ് ആയിട്ട് നൽകുന്നത് റിച്വൽസും ബ്രേസ്ലെറ്റും ഒക്കെയാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.